ഒരു സൂത്രമുണ്ട്, മൂലപര്യായ സൂത്രം. ഈ മൂലപര്യായ സൂത്രത്തിൽ ഒരു സാധാരണ വ്യക്തിയും ഒരു മുക്തപുരുഷനും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. സാധാരണ വ്യക്തി ഈ 5 സ്കന്ധങ്ങളെയും, അതായത് നമ്മുടെ ശരീരം 5 സ്കന്ധങ്ങൾ കൂടിയതാണ്. രൂപം, അതേപോലെ തന്നെ ചിത്തത്തിൻ്റെ 4 സ്കന്ധം, വിജ്ഞാൻ, സംഖ്യ, വേദന, സംസ്കാർ. ഈ 5 സ്കന്ധത്തെയും ഒരു സാധാരണ വ്യക്തി തൻ്റേത് എന്ന് കരുതുന്നു. അതിലെ എല്ലാ കാര്യങ്ങളും, അതായത് അതിൽ പഞ്ചഭൂതങ്ങളായാലും നമ്മൾ കേൾക്കുന്നതായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തൊരു കാര്യമാണെങ്കിലും അത് തൻ്റെ എന്ന് ഒരു സാധാരണ വ്യക്തി കരുതുന്നു. പക്ഷേ ഒരു മുക്തപുരുഷൻ ഈ 5 സ്കന്ധങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അത് തൻ്റെ എന്ന് കരുതുന്നില്ല, എന്നിട്ട് അതിൽ ആനന്ദിക്കുന്നില്ല. ഈവൻ മുക്തി അടക്കം കിട്ടിക്കഴിഞ്ഞാൽ അടക്കം ഒരു മുക്തപുരുഷൻ അതിൽ ആനന്ദിക്കുന്നില്ല, തൻ്റേത് എന്ന് കരുതുന്നില്ല. എന്തുകൊണ്ടാണ്? രാഗദ്വേഷ മോഹം പരിപൂർണമായിട്ടും അദ്ദേഹത്തിൻ്റെ വിമുക്തമായി. എന്നാൽ രാഗദ്വേഷമോഹം ഉള്ള ഒരു സാധാരണ വ്യക്തി ഈ 5 സ്കന്ധങ്ങളിലെ അനുഭവം തൻ്റേതാണ് എന്ന് പറഞ്ഞ് അതിനോട് ഒട്ടിപ്പിടിക്കുന്നു.